എന്താണ് ഫാസിസം അല്ലെങ്കിൽ എന്താണ് നാസിസം എന്ന് ചോദിച്ചാൽ, ഫാസിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം രാജ്യത്തോടുള്ള ആ ഒരു സ്നേഹം, അതേപോലെ തന്നെ സ്വന്തം രാജ്യത്തിലെ ഭരണാധികാരികൾ മുമ്പോട്ട് വെക്കുന്ന ആശയത്തോടുമുള്ള സ്നേഹം, ഒരു വിശ്വാസം, ഒരു അന്ധമായിട്ടുള്ള വിശ്വാസത്തിനെയാണ് നമ്മൾ ഫാസിസം എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യം മാത്രം നന്നായിരിക്കണം. നമ്മുടെ രാജ്യത്തിൽ മാത്രം കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവണം. നമ്മൾ എല്ലാ ആളുകളെയും നമുക്ക് അടിമകളാക്കി വെക്കണം. അങ്ങനെ എന്താണ് സ്വന്തം രാജ്യം എപ്പോഴും മുമ്പോട്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒന്നിനെയാണ് ഫാസിസം എന്ന് പറയുന്നത്. ഓക്കെ. ഫാസിസം ഉണ്ടായത് നമ്മുടെ ഇറ്റലിയിലാണ്. ഇറ്റലിയിൽ ആ സമയത്ത് ഫാസിസത്തിന്റെ ഒരു ലീഡർ ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ മുസോളിനി ആയിരുന്നു കേട്ടോ. ഇനി അടുത്ത് വരാണ് നാസിസം. എന്താണ് നാസിസം എന്ന് ചോദിച്ചാല്, ഫാസിസം പോലെ തന്നെയാണ് നാസിസം. സ്വന്തം രാജ്യത്തോടും സ്വന്തം രാജ്യത്തിലെ രാജാക്കന്മാർ മുമ്പോട്ട് വയ്ക്കുന്ന കാര്യത്തോടുമുള്ള ഒരു അന്ധമായിട്ടുള്ള വിശ്വാസം തന്നെയാണ് നാസിസം എന്ന് പറയുന്നത്. പക്ഷേ ഈ നാസിസത്തിൽ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. എന്ന് വെച്ചാല് നാസിസത്തിൽ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? ജൂതമതത്തെ ജൂതമതത്തെ എതിരായിട്ട് പ്രവർത്തിക്കണം. അതായത് ജൂതന്മാർ നമ്മുടെ ഇവിടെ വേണ്ട. ജൂതന്മാരെ നമുക്ക് പറഞ്ഞു വിടണം. നമ്മുടെ രാജ്യം എപ്പോഴും ആർക്കുള്ളതാണ്? ആര്യന്മാർക്ക് മാത്രമുള്ളതാണ് എന്ന് പറയുന്ന ഒരു ഇതാണ് നാസിസത്തിൽ വരുന്നത്. ഓക്കെ. അത് മാത്രമല്ല, നാസിസത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചാൽ അഡോൾഫ് ഹിറ്റ്ലർ ആണ്. അദ്ദേഹം എന്താണ് ജർമ്മനിയിൽ നാസിസവും അതേപോലത്തെ ഇറ്റലിയിൽ ഫാസിസവുമാണ് അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഈ രണ്ട് കാര്യമാണ് നമ്മുടെ രണ്ടാം ലോക മഹായുദ്ധത്തിന് കാരണമായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അത് ഓർത്ത് വയ്ക്കുക.